സ്വന്തം കുടുംബത്തിലെ മുതിർന്ന മാതാപിതാക്കൾക്ക് ആശുപത്രി ചികിത്സ ആവശ്യമായി വന്നാൽ വലിയൊരു തുക കണ്ടെത്തേണ്ടി വരുമെന്ന ആശങ്ക പലർക്കുമുണ്ട്. എന്നാൽ 70 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് വലിയ ആശ്വാസമാകുന്ന ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. 70 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും വരുമാനം പരിഗണിക്കാതെ വർഷം 5 ലക്ഷം വരെ ആരോഗ്യ പരിരക്ഷ ലഭിക്കാൻ അർഹതയുണ്ട്. അതായത് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ത് തന്നെ ആയാലും 70 വയസ്സ് പൂർത്തിയായ മുതിർന്ന പൗരന്മാർക്ക് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് അർഹത പരിശോധിക്കേണ്ടത്? ആയുഷ്മാൻ കാർഡ് എങ്ങനെ എടുക്കാം? ആധാർ മാത്രം മതിയോ? വീട്ടിലിരുന്ന് തന്നെ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുമോ? കാർഡ് എടുത്ത ഉടൻ ചികിത്സ ലഭിക്കുമോ? ഇത്തരം സംശയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. വിശദമായി പരിശോധിക്കാം. എന്താണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്ന് പറയാം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന രാജ്യത്തെ പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പരിരക്ഷാ പദ്ധതികളിൽ ഒന്നാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് നൽകേണ്ടി വരുന്ന വിവിധ ചികിത്സകൾക്ക് സാമ്പത്തിക പരിരക്ഷ നൽകുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതിയുടെ കീഴിൽ അർഹരായ കുടുംബങ്ങൾക്ക് വർഷം 5 ലക്ഷം വരെ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നു. 2024 കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുടെ പരിധി വിപുലീകരിച്ച് 70 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാരെയും വരുമാനം പരിഗണിക്കാതെ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയുണ്ടായി. അതായത് 70 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് പദ്ധതിയിൽ ചേരാൻ താഴ്ന്ന വരുമാന വിഭാഗത്തിൽ പെട്ടിരിക്കണമെന്ന നിബന്ധനയില്ല. ഇനി ആരൊക്കെയാണ് ഇതിന് അർഹർ എന്ന് പറയാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് 70 വയസ്സ് പൂർത്തിയായിട്ടുണ്ട് എങ്കിൽ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാത്ത പദ്ധതിയിൽ ചേരാൻ അർഹതയുണ്ട്. പ്രായം കണക്കാക്കുന്നത് ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് വീട്ടിലുള്ള മാതാപിതാക്കൾക്കും മറ്റും മുതിർന്ന കുടുംബാംഗങ്ങൾക്കും 70 വയസ്സ് പൂർത്തിയായിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. ആധാറിൽ ജനനവർഷം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ പോലും അതിനുള്ള പ്രത്യേക മാർഗനിർദ്ദേശം ദേശീയ ആരോഗ്യ അതോറിറ്റി നൽകിയിട്ടുണ്ട്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് ആയുഷ്മാൻ കാർഡ് ലഭിക്കുന്നതിന് ആധാർ അടിസ്ഥാനമാക്കിയ KYC നിർബന്ധമാണ്. ഈ വിഭാഗത്തിൽ രജിസ്ട്രേഷനായി പ്രധാനമായി ആവശ്യമായി വരുന്ന രേഖയും ആധാർ തന്നെയാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ ആധാർ വിവരങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ ഔദ്യോഗിക വിവരം അനുസരിച്ച് 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് beneficiary.nha.gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ വഴിയും ആയുഷ്മാൻ ആപ്പ് വഴിയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതായത് ആശുപത്രിയിലോ ഓഫീസിലോ നേരിട്ട് പോകാതെ തന്നെ ഓൺലൈനായി നടപടികൾ ആരംഭിക്കാനുള്ള സൗകര്യമുണ്ട്. ആദ്യം ഔദ്യോഗിക പോർട്ടലിൽ പ്രവേശിക്കുക. തുടർന്ന് ആവശ്യമായ വിവരങ്ങൾ നൽകുക. ആധാർ അടിസ്ഥാനമാക്കിയ KYC പൂർത്തിയാക്കുക. വിവരങ്ങൾ പരിശോധിച്ച് അംഗീകരിച്ച ശേഷം ആയുഷ്മാൻ കാർഡ് നിങ്ങൾക്ക് ലഭ്യമാകും. ഇനി കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് കൂടി വ്യക്തമാക്കാം. രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കാർഡ് അംഗീകരിക്കപ്പെട്ടാൽ ഔദ്യോഗിക സംവിധാനത്തിലൂടെ കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മൊബൈൽ വഴി അപേക്ഷിക്കുന്നവർക്ക് ആയുഷ്മാൻ ആപ്പ് ഉപയോഗിക്കാം. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൂഗിളിൽ ലഭിക്കുന്ന പരിചയമില്ലാത്ത വെബ്സൈറ്റുകളിലൂടെയോ സ്വകാര്യ ഏജന്റുമാരിലൂടെയോ കാർഡ് എടുക്കാൻ ശ്രമിക്കരുത്. ആധാർ, മൊബൈൽ നമ്പർ, OTP തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ അനധികൃതമായി മറ്റുള്ളവർക്ക് നൽകാതിരിക്കുക. ഔദ്യോഗിക ദേശീയ ആരോഗ്യ അതോറിറ്റി സംവിധാനങ്ങൾ മാത്രം ഉപയോഗിക്കുന്നതാണ് സുരക്ഷിതം. ഇനി കാർഡ് എടുത്ത ഉടൻ ചികിത്സ ലഭിക്കുമോ എന്ന സംശയം മിക്കവർക്കും ഉണ്ടാകും. 70 വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാരുടെ വിഭാഗത്തിൽ കാർഡ് എൻറോൾ ചെയ്ത ആദ്യ ദിവസം മുതൽ തന്നെ ആനുകൂല്യം ലഭ്യമാക്കാമെന്ന് ദേശീയ ആരോഗ്യ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ വിഭാഗത്തിന് രോഗത്തിനോ ചികിത്സയ്ക്കോ പ്രത്യേക കാത്തിരിപ്പ് കാലയളവില്ല. എന്നാൽ ചികിത്സ ലഭിക്കുന്ന ആശുപത്രി പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആശുപത്രിയാണോ എന്നും ആവശ്യമായ ചികിത്സാ പദ്ധതിയുടെ പരിധിയിൽ വരുന്നതാണോ എന്നും ഉറപ്പാക്കണം. 70 വയസ്സ് പൂർത്തിയായ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക കാർഡ് നൽകുന്നതിനുള്ള സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കുടുംബത്തിൽ അച്ഛനും അമ്മയും രണ്ടുപേരും 70 വയസ്സിന് മുകളിലാണെങ്കിൽ ഓരോരുത്തർക്കും പ്രത്യേകമായി വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് ആദ്യ മുതിർന്ന കുടുംബാംഗത്തെ എൻറോൾ ചെയ്ത ശേഷം ആഡ് മെമ്പർ സൗകര്യം ഉപയോഗിച്ച് മറ്റ് 70 വയസ്സിന് മുകളിലുള്ള കുടുംബാംഗങ്ങളെയും ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ 70 വയസ്സിന് മുകളിലുള്ള മാതാപിതാക്കളോ മുതിർന്ന കുടുംബാംഗങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ അർഹത ഒരിക്കൽ പരിശോധിക്കുന്നത് തീർച്ചയായും പ്രയോജനകരമാണ്. അതേസമയം 5 ലക്ഷം എല്ലാ ചികിത്സകൾക്കും നേരിട്ട് ലഭിക്കുന്ന പണമല്ല. പദ്ധതിയിൽ ഉൾപ്പെട്ട അംഗീകൃത ആശുപത്രി ചികിത്സയ്ക്കുള്ള ആരോഗ്യ പരിരക്ഷ മാത്രമാണ്.
അതിനാൽ ആരോഗ്യ വിവരങ്ങൾ പരിശോധിച്ച ശേഷം അപേക്ഷിക്കുകയും ചികിത്സയുടെ പരിധിയിൽ ആശുപത്രിയും ഉണ്ടോ എന്നും ഉറപ്പാക്കുക. ഈ വിവരം നിങ്ങളുടെ മാതാപിതാക്കൾക്കും മുതിർന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മടിക്കേണ്ട. പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.